ഹലോ. ആ എന്റെ പൊന്ന് റസിയ, ഞാൻ ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ മീൻ മേടിക്കാം. ഈ വൈകുന്നേരം നേരത്തെ മീൻ തുറന്നിരിക്കാൻ എൻ്റെ ഉപ്പാപ്പാടെ കടമൊന്നുമില്ലല്ലോ അവിടെ മീൻ ഇത് മേടിക്കാൻ. ഏ ആ ഈ വെക്ക് ഞാന് മേടിക്കാം. ഹലോ വെക്കരെ. എങ്ങനെ വാലുമ്പോ തീ പിടിച്ച പോലെ നടക്കുന്നത്? എന്താ ഇവിടെ? ആ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കെട്ടോളൊക്കെ ഈ നേരത്തേക്കാ മീൻ തിന്നണമെന്ന് പറഞ്ഞത്. പിടിച്ച് പോണത്. ആ ഞാനേ ബ്രോക്കറോടൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ച ചെക്കൻ വരുന്നുണ്ട്. അപ്പോൾ ബ്രോക്കറൊന്ന് കാണാൻ വേണ്ടി പോവാ. ആ അടുത്ത ആഴ്ച വരുന്നുണ്ടാ? ആ പെണ്ണൊക്കെ നോക്കാനാവൂലേ? അപ്പൊ ഗൾഫുകാർക്കൊക്കെ ഇപ്പൊ പെണ്ണുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ തന്നെ നോക്കിക്കോ. ആ നോക്കണം. അതെ, എൻ്റെ ഒരു മോളില്ലേ, അതുള്ള കല്യാണമായി. ആ അവൾക്ക് നോക്കുന്നുണ്ട്. ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ആ അതെ, ഞാൻ അടുത്ത ആഴ്ച എൻ്റെ മോൻ വരുന്നുണ്ടല്ലോ, മോനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാം. നാളെ ഒന്ന് കാണും ചെയ്യാലോ. ആ അതൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ജോലിക്കാരെ നോക്കുന്നത്. ഗൾഫുകാർക്കൊക്കെ ആരും ഇപ്പൊ പെണ്ണ് കൊടുക്കാനാ? എല്ലാരും കടം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കല്ലേ. ആ എന്നാ ശരിയടാ. ആ, ഞാൻ ഇൻഷാ അള്ളാ. കണ്ടിട്ട് ആ. അങ്ങനെ പോകും. ആ എന്താ നോക്കലേ? അടുത്ത ആഴ്ചയല്ലേ മോൻ വരുന്നെന്ന് പറഞ്ഞത്? അതെ. അപ്പൊ മോൻ വരുമ്പോ എനിക്കൊരു ടോർച്ചും ഒരു എമർജൻസിയും കൊടുത്തേക്കാൻ പറയണം. കാരണം അവിടുത്തെ ഇത് നല്ല സാധനമാണ്, കുറെ കാലം ഈട് നിൽക്കും. ആ ടോർച്ച് എമർജൻസി അല്ലേ? ആ. അതിന് എൻ്റെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വരില്ലേ, അതുകൊണ്ട് കണ്ടോ. മീൻ മേടിച്ച് വീട്ടിൽ പോയാൽ മതിയായിരുന്നു.